അവനെ പോലുള്ളവനൊക്കെ ഈ ലോകത്തിനൊരു ഭാരമാടി. ഇവരുടെയൊക്കെ വാക്ക് കേട്ട് നടന്നാലേ നീയും അങ്ങനെയായി പോവും. നിന്നോട് പോകാനല്ലേ പറഞ്ഞത്? സ്വന്തം പേരിലുള്ള സ്വന്തം വീട്ടിൽ നിന്നോണ്ട് ഇങ്ങനെ ആജ്ഞാപിച്ചാ മതി. ഇവിടെ അത് വേണ്ട. ഞാൻ പോവാ. പക്ഷെ എന്റെ കണ്ണേട്ടിനുള്ള ഈ വീട്ടിലേക്ക് ഇനിയും ഞാൻ വന്നിരിക്കും. അതിന് നിങ്ങൾക്ക് ആർക്കും എന്നെ തടയാൻ പറ്റില്ല. ഓറങ്ങോട്ട്. എടാ മോനെ, ദേ വഴക്കിടാനായിട്ട് വന്നതാ. ഹാ, നിന്റെ വീടാണെന്നും പറഞ്ഞ അധികാരത്തോടെയാ വന്നത്. നിന്നോടെന്നെ വിളിക്കരുത് വരലെന്നൊക്കെ പറഞ്ഞിട്ടുള്ളതല്ലേ? പിന്നെന്തിനാ നീ ഇങ്ങോട്ട് വന്നേ? കേട്ടല്ലോ, കണ്ണേട്ടന് നീ ഇവിടെ വരുന്നത് ഇഷ്ടമല്ല. എന്നാലും വലിഞ്ഞു കയറി വന്നോളൂ. വലിഞ്ഞു കയറി വന്നത് ഞാനല്ലടി, നീയാ. കണ്ണേട്ടാ, ഇവളുടെ ഉദ്ദേശം കണ്ണേട്ടിന് മനസ്സിലായല്ലോ. ഇവളുടെ ഉദ്ദേശം നീ എനിക്ക് പറഞ്ഞു മനസ്സിലാക്കി തരേണ്ട കാര്യമൊന്നുമില്ല. നീ ഇനി ഈ പടി കടന്ന് വരില്ലെന്നാ പറഞ്ഞത്. കണ്ണേട്ടിനോട് ലക്ഷ്മി എടുത്തി കാണിച്ച വഞ്ചന കൂടിപ്പോയെന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തില ഞാൻ. പക്ഷേ ഇതാണ് കണ്ണേട്ടിന്റെ തീരുമാനമെങ്കിൽ ചിലപ്പോ എനിക്ക് ഏട്ടത്തിയായിട്ട് സൗഹൃദത്തിലാവേണ്ടി വരും. ഇപ്പോഴും എന്നോട് കമ്പനിയിൽ തുടരാൻ പറഞ്ഞത് ഏട്ടത്തിയാ. എന്നുവെച്ച് ഞാൻ അവർക്ക് വലിയ റെസ്പെക്റ്റ് ഒന്നും കൊടുത്തിട്ടില്ല. എങ്കിലും ഈ വീട്ടിനകത്തുള്ളവർക്കൊപ്പം കണ്ണിട്ട് നിൽക്കുവാണെങ്കിൽ, ഇവരുടെയൊക്കെ ഭീഷണിയുടെ മുനയടിക്കാൻ ഏട്ടത്തി ഇങ്ങോട്ട് വരുവാണെങ്കിൽ ചിലപ്പോ ഞാനും കൂടെ വരുന്നാ പറഞ്ഞത്. അവളുടെ അധികാരം അവകാശമൊക്കെ ഉടനെ തീരും. അതിനു വേണ്ട മാർഗങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ദേ, ഒരു കാര്യം എനിക്ക് കണ്ണേട്ടനോട് പറയാനുണ്ട്. എന്റെ അമ്മയുൾപ്പെടെ എല്ലാവരും വിഷ ഉള്ളിൽ വെച്ചോണ്ട് നടക്കുന്നവരാ. അവരെ വിശ്വസിച്ച കണ്ണേട്ടിന് തകർച്ച ഉണ്ടാവും. എടാ, അവൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് പോട്ട് മോനെ. അവൻ എന്താ സംഭവിച്ചത് എന്റെ മേഘന്? മേഘേട്ടനെ കാണാനാണല്ലോ കണ്ണേട്ടൻ തോമസ് വൈദ്യന്റെ അടുത്തേക്ക് പോയത്. ഇവിടെ മാർക്കോ പോലീസിനോട് പറഞ്ഞതാ പറയേണ്ടത്. എടാ, ഒന്നും പറയടാ. ഏട്ടത്തിയെ വിളിച്ചപ്പോ ഏട്ടത്തി വലിയ സങ്കടത്തിലും ടെൻഷനിലും ഒക്കെ ആയിരുന്നു. മോളും ദേ അങ്ങനെ തന്നെയാ നിക്കുന്നെ. നീ ഇപ്പോഴങ്ങോട്ട് പോകണ്ട. അയ്യോ, അവന്റെ സർജറി നടന്നുകൊണ്ടിരിക്കുക. അയ്യോ, പിന്നെ ICUലേക്കായിരിക്കും കൊണ്ടുപോകുന്നേ. അയ്യോ, വെറുതെ അവിടെ പോയിരുന്ന് അമ്മായിയുടെ സങ്കടം കൂട്ടണ്ട. ഞാനിടയ്ക്ക് പൊയ്ക്കോളാം. അപ്പോഴും എന്താ സംഭവിച്ചെന്ന് കണ്ടിട്ടും പറഞ്ഞില്ല. അത് അവനെന്നെ വിളിപ്പിച്ചത് എന്തൊക്കെയോ സംസാരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. പുറത്തുപോയി സംസാരിക്കാന്ന് പറഞ്ഞു. ഞങ്ങൾ ഒരുമിച്ച് പോകുന്ന വഴിക്കാ പെട്ടെന്ന് മാർക്കോ ബുള്ളറ്റും കൊണ്ടുവന്ന് തടഞ്ഞത്. പിന്നെ മേഘനൊന്നും ആലോചിച്ചില്ല. ഭീഷണിപ്പെടുത്തിയിട്ട് പോയ മാർക്കോയുടെ ബുള്ളറ്റിൽ
മേഘൻ കാർ കൊണ്ടുപോയി ഇടിച്ചു. അവൻ വീണു പരിക്കുപറ്റി. പക്ഷേ ആ കിടപ്പിനിടയിലും മാർക്കോ മേഘനെ ചവിട്ടി താഴെയിട്ടു. എന്നിട്ട് വലിയൊരു പാർക്കലെടുത്ത് അവന്റെ തലക്കിട്ടു. അതോടെ മേഘന്റെ ബോധം പോയി. ഈ വീൽ ചെയറിൽ ഇരിക്കുന്ന എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അത് വിജനമായൊരു സ്ഥലമായിരുന്നു. പിന്നെ അതിൽ വന്ന വഴിപോക്കരായിരുന്നു രണ്ടാളെ ഹോസ്പിറ്റലിൽ എത്തിച്ചത്. അയ്യോ ദൈവമേ! എന്റെ ഡ്രൈവറാണെങ്കിൽ ആ സമയത്ത് തോമസ് വൈദ്യന്റെ വീട്ടിൽ നിൽക്കുകയായിരുന്നു. അയാളെ വിളിപ്പിച്ചിട്ടാ ഞാൻ പിന്നെ ഹോസ്പിറ്റലിലേക്ക് പോയത്. മേഘേട്ടൻ റിക്കവറായി വരില്ലേ കണ്ണേട്ടാ? റിക്കവറായി വരരുതെന്നാ എന്റെ പ്രാർത്ഥന. അപ്പച്ചി, എടാ നീ എന്താടാ ഒന്നും പറയാത്തത്? ഒന്നും അറിയില്ലമ്മേ. വലിയൊരു പാർക്കല്ല തലയ്ക്ക് വീണത്. അയ്യോ! ഇനി തലയുടെ ഞരമ്പുകൾക്കൊക്കെ ക്ഷതം പറ്റിയിട്ടുണ്ടോ എന്ന് അറിയില്ല. അയ്യോ! പിന്നെ സർജറിയൊക്കെ കഴിഞ്ഞ ശേഷം ഡോക്ടർമാരാ വിധി എഴുതേണ്ടത്. നമുക്ക് പ്രാർത്ഥിക്കാം അവന് വേണ്ടി. അല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും? തോമസ് സാറിന്റെ ചികിത്സയിലിരുന്നവൻ ഒന്ന് മെച്ചപ്പെട്ടപ്പോൾ സ്വന്തം വീട്ടിലേക്ക് പോവായിരുന്നു വേണ്ടത്. അതിന് പകരം ഈ കാഴ്ചയൊക്കെ കാണാൻ എന്നെ വിളിച്ചു വരുത്തി. അതിന്റെ മരവിപ്പ് ഇതുവരെ മാറിയിട്ടില്ല. അപ്പച്ചി, മോള് വിഷമിക്കണ്ട, അവനൊന്നും സംഭവിക്കില്ല. എന്നിട്ട് അവൻ എങ്ങനെയുണ്ട് ആ മാർക്കോക്ക്? അവനെയും അതേ ഹോസ്പിറ്റലിലേക്ക് തന്നെയാണ് കൊണ്ടുവന്നേ. കുറച്ച് സീരിയസ് ആണെന്നാ കേട്ടത്. പിന്നെ കൂടുതലൊന്നും അന്വേഷിക്കാൻ പോയില്ല. എന്തിനാ അവനെ പറ്റിയൊക്കെ ഞാൻ അന്വേഷിക്കുന്നേ? എന്റെ ഭാര്യയ്ക്ക് പിന്തുണയുമായി കൊട പിടിച്ച് നടക്കുകയല്ലേ അവൻ. അവനങ്ങ് മരിച്ചാ മതിയായിരുന്നു. മോളെ പോട്ടെ മോളെ. അതെ, മരിച്ചാ മതിയായിരുന്നു. അവനല്ല, നിങ്ങളുടെ അനന്തരവൻ. അപ്പച്ചി, എന്റെ മേഘേട്ടൻ. വിഷമിക്കണ്ട മോളെ, അവനൊന്നും പറ്റില്ല. ഡോക്ടർ, അവൻ സർജറി കഴിഞ്ഞു. എന്നാലും ഒന്നും പറയാൻ പറ്റാത്ത കണ്ടീഷനാ. എന്നാലും എന്റെ മോൻ പഴയപടി ആവില്ലേ സാർ? അയാൾക്ക് ഹെഡ് ഇഞ്ചുറിയാണ് എന്ന് പറഞ്ഞ, അതും സീരിയസ് ഇഞ്ചുറി. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, തലയിലെ ഞരമ്പുകൾ പലതും കട്ടായി പോയിരിക്കുക. അതുകൊണ്ട് തന്നെ ചലനശേഷിയില്ല, സംസാരിക്കാനും കഴിയില്ല. ഇപ്പോൾ കോമാ സ്റ്റേജില്ല. അതിൽ നിന്ന് അയാൾ എപ്പോൾ റിക്കവറായി വരുമെന്നൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയില്ല. എനിക്ക് ആൺകുട്ടിയായിട്ട് അവൻ മാത്രമേ ഉള്ളൂ ഡോക്ടറെ. എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? അയാളത് സ്വയം വരുത്തി വെച്ചതല്ലേ. അയാൾ കാർ കൊണ്ടുപോയി ബൈക്കിൽ ഇടിച്ചിട്ടാ ആ മാർക്കോ ഇവിടെ അഡ്മിറ്റാ. അവിടെ അവൻ സ്വന്തം രക്ഷയ്ക്ക് വേണ്ടിയിട്ടല്ലേ പാറക്കല്ലെടുത്ത് അവൻ്റെ തലയിലിട്ടത്. നിങ്ങൾ തന്നെ പറഞ്ഞു കഴിഞ്ഞു, മാർക്കോയുടെ തല്ല് കൊണ്ടിട്ട് ഇവൻ തോമസ് സാറിന്റെ ചികിത്സയിലായിരുന്നു.
അവിടുന്നാണ് വണ്ടി എടുത്തോണ്ട് കണ്ണനൊപ്പം പോയത്. കണ്ണനും കാര്യങ്ങളൊക്കെ വിശദമായിട്ട് എന്നോട് പറഞ്ഞു കഴിഞ്ഞു. എന്തിനായിരുന്നു അതൊക്കെ? മക്കളെ നിയന്ത്രിക്കണം, അല്ലാതെ അവർക്ക് ആപത്ത് വരുമ്പോൾ നിലവിളിച്ചിട്ടും മറ്റുള്ളവരെ പഴിച്ചിട്ടും ഒരു കാര്യമില്ല. ഞങ്ങൾ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. പിന്നെ ബാക്കിയൊക്കെ ദൈവത്തിന്റെ കയ്യിലാണ്. മാർക്കോയെ ഇവിടെ കൊണ്ടുവരുമ്പോൾ ഇതിനേക്കാളും വളരെ മോശമായിരുന്നു അയാളുടെ അവസ്ഥ. പക്ഷേ അവൻ പെട്ടെന്ന് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. അതവന്റെ മനക്കെട്ടിയും പിന്നെ കായിക ബലവും കൊണ്ടാ. അത്രയൊന്നും ഈ കക്ഷിക്കില്ല. എന്നിട്ടും വേണ്ടാത്ത പണിക്ക് എന്തിനാ നടക്കുന്നതെന്നാ മനസ്സിലാവാത്തത്. ശരി, എടാ പ്രതാപ, മേഘം വീണല്ലോടാ. മേഘം മാത്രമല്ലല്ലോ അമ്മേ, അവൻ്റെ കൂടെ ആ മാർക്കോയും വീണില്ലേ? അവനിപ്പോൾ ഐസൂല. പക്ഷെ അവനും വലിയ കുഴപ്പമില്ലെന്നാണല്ലോ അറിഞ്ഞേ. അവൻ എഴുന്നേറ്റ് വരുന്നതിന് മുമ്പ് എന്തെങ്കിലും ചെയ്യണോ അമ്മേ? ലക്ഷ്മിയുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെയെങ്കിലും മിനിമം കളയണ്ടേ? നമ്മുടെ മോളുടെ കുഞ്ഞിനെ നഷ്ടപ്പെട്ടപ്പം അവൾ ഒരുപാട് സന്തോഷിച്ചതാ. അതിന് പകരം വിടണം. അതെങ്ങനെ നടക്കാനാ പ്രതാപ? അതല്ലേ നമ്മൾ അമ്പലത്തിലേക്ക് പോയപ്പോ അവൾ അവിടെയും വന്നത്. ഓ, അവള് സകല ദൈവങ്ങളെ വിളിച്ചുണർത്തുക. എത്ര ദൈവങ്ങളെ വിളിച്ചുണർത്തിയെന്ന് പറഞ്ഞിട്ടും അവക്ക് കണ്ണനെ നഷ്ടപ്പെട്ടില്ലേ? ഇനി ഇപ്പൊ തിരിച്ചു പിടിക്കാനായിരിക്കും ശ്രമിക്കുന്നത്. അവനെ തിരിച്ചു പിടിക്കാനൊന്നും അല്ലമ്മേ. ഈ വീൽ ചെയറിൽ ഇരിക്കുന്ന ഒരുത്തനെ ഇനി അവൾ ആഗ്രഹിക്കത്തില്ല. അവളുടെ ഉന്നം അവന്റെ സ്വത്തില. ബാക്കി സ്വത്തൂടെ അവൾക്ക് വന്നു ചേരണമെന്നായിരിക്കും അവള് ദൈവത്തിന് മുമ്പിൽ പോയി നിന്ന് പ്രാർത്ഥിക്കുന്നത്. എടാ, അവളിരിക്കുന്ന കസേര സ്വപ്നം കണ്ടുകൊണ്ട് നടക്കുവാ നമ്മുടെ കൊച്ച്. അതെങ്ങനെയെങ്കിലും നമുക്ക് നേടിക്കൊടുക്കണോടാ. അതിന് പറ്റിയ സാഹചര്യം ഇതാണെന്നാ ഞാൻ പറഞ്ഞേ. മാർക്കോ ആയിരുന്നു അവളുടെ ബലം. അവൻ പുറത്തില്ലെങ്കിൽ അവളെ പിന്നെ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഒരുത്തി ഇവിടെ ഉള്ളപ്പോ ഇങ്ങനെ ഒന്നും സംസാരിക്കരുത്. ഓ, അവള് കാത് കൂർപ്പിച്ച് നടക്കുക ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ മാർക്കോടെ അടുത്ത് എത്തിക്കാനായിട്ട്. അവളെ ഒന്ന് ചാർത്തേണ്ട കാര്യമുണ്ട്. ഇപ്പം അഹങ്കാരം അവളുടെ അസ്ഥിയിൽ ഇങ്ങനെ ലയിച്ച് ചേർന്നിരിക്കുക. മിക്കവാറും അവളുടെ കൈയും കാലും ഞാൻ തല്ലി ഒടിക്കും. അതുപോലെ ഇപ്പൊ എന്റെ അമ്മയുടെ നേർക്ക് നേരെ നിന്ന് അവള് സംസാരിക്കുന്നത്. ഇനിയിപ്പോ ആ വൃത്തികെട്ട കണ്ണന്റെ സപ്പോർട്ടില്ലല്ലോ. അതുകൊണ്ട് അവളെ തല്ലി ഒതുക്കി ഒരു മൂലയ്ക്കെടുത്തണം. കണ്ണേട്ടാ, ഞാൻ മാർക്കോയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. എല്ലാവരുടെയും പ്രാർത്ഥന ദൈവം കേട്ടല്ലോ. ഇനിയിപ്പോൾ പ്രാർത്ഥിക്കേണ്ടത് മാർക്കോയ്ക്ക് വേണ്ടിയല്ല. ബോധം വീഴുന്ന മേഘൻ സത്യങ്ങൾ വിളിച്ചു പറയാൻ പാടില്ല. ഞാൻ നടക്കുന്നത് അവൻ കണ്ടതാ. മിക്കവാറും ആ സത്യം എല്ലാവരും അറിയല്ലോ കണ്ണേട്ടാ. ഇനിയിപ്പോൾ അത് പറയാതിരിക്കണമെങ്കിൽ അവനെ കൊല്ലണം. പക്ഷേ അത് നമ്മുടെ രീതിയല്ലല്ലോ മഹി. എനിക്ക് നടക്കാൻ കഴിയുന്ന എല്ലാവർക്കും മനസ്സിലായാല് തൻ്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിൻ്റെ അച്ഛൻ ഞാനാണെന്ന് എല്ലാവർക്കും പിടികിട്ടും. അത് പിന്നെ മറച്ചു വയ്ക്കാനൊന്നും പറ്റില്ല. എല്ലാ രഹസ്യങ്ങൾക്കും ഒരു കാലാവധിയുണ്ട്. അത് കഴിഞ്ഞാൽ അത് മറന്നേക്ക് പുറത്തു വരും. നമ്മൾ പരമാവധി നമ്മുടെയും നമ്മുടെ കുഞ്ഞിൻ്റെയും സംരക്ഷണത്തിന് വേണ്ടി എല്ലാം മനസ്സിലിട്ടുകൊണ്ട് നടക്കണം.
അതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ടായി. അപകടങ്ങൾ മുൻകൂട്ടി തിരിച്ചറിയാൻ കഴിഞ്ഞു, അത് ഒഴിവാക്കാനും. ഇനിയിപ്പോ സത്യങ്ങൾ നമ്മുടെ എതിരാളികൾ അറിഞ്ഞാലും താൻ അവിടെ തന്നെ തുടരണം. ഈ വീടൊരിക്കലും തനിക്കും നമ്മുടെ കുഞ്ഞിനും സേഫ് ആയിരിക്കില്ല. അല്ലെങ്കിലും ലേഖേന്റെ പ്രസവം കഴിയുന്നത് വരെ അങ്ങോട്ട് വിടുന്നു തോന്നില്ല. തന്റെ പ്രസവശേഷം കുഞ്ഞിനെ അവക്ക് വേണമെന്ന് പറയോ? അതിനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അല്ലെങ്കിലും നാളെ ജനിക്കുന്ന നമ്മുടെ കുഞ്ഞ് നമുക്ക് മാത്രം സ്വന്തമല്ലല്ലോ. ഇപ്പോ ലേഖയും ആ കുഞ്ഞിന്റെ അവകാശിയാ. കുഞ്ഞുങ്ങളെ സ്നേഹിക്കാൻ ചുറ്റിനും ആൾക്കാരുള്ളത് നല്ലതാ മഹി. നാളെ അതിരാവിലെ പോണം ഹോസ്പിറ്റലിലേക്ക്. മാർക്കോയുടെ കാര്യത്തിൽ ടെൻഷനില്ല. മറ്റവന് ബോധം വന്നോ അവന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് അറിയണം. ഇനി അവൻ റിക്കവറായി വന്നാ പഴയതിനേക്കാളും ഡേഞ്ചർ ആയിരിക്കും. അവൻ മാത്രമല്ല, അവനിൽ നിന്ന് നടന്ന സംഭവങ്ങളൊക്കെ അറിയുന്ന എല്ലാവരും, അവരൊക്കെ കൂടുതൽ നമുക്ക് ദോഷം ചെയ്യാൻ ശ്രമിക്കും. അതൊക്കെ മനസ്സിൽ കണ്ടിട്ട് വേണം ഇനി നമ്മൾ ഓരോ ചൂടും മുന്നോട്ട് വയ്ക്കാൻ. ശരിയടാ, ടേക്ക് കെയർ, ഗുഡ് നൈറ്റ്. ശരി കണ്ണേട്ടാ. എങ്ങനെയുണ്ടമ്മായി? ഇടയ്ക്ക് കയറി കണ്ടു മോനെ, ബോധമൊന്നുമില്ല. ഞാൻ ഡോക്ടറെ കണ്ടിട്ടാ വരുന്നേ. ഇപ്പൊ കോമ സ്റ്റേജിലാണെന്നാ ഡോക്ടർ പറഞ്ഞത്. എന്തെങ്കിലും മാറ്റം ഉണ്ടാകുമെന്ന് ഡോക്ടർ പറഞ്ഞോ? അമ്മായിയോടെന്താ പറഞ്ഞത്? ഒന്നും പറയാൻ പറ്റത്തില്ലെന്നാ ഡോക്ടർ പറഞ്ഞത്. നമുക്കൊരു സമാധാനം തരുന്ന രീതിയിലല്ല ഡോക്ടർ സംസാരിക്കുന്നത്. വെറും വാക്ക് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അമ്മായി. അതുകൊണ്ടായിരിക്കും ഡോക്ടർ അങ്ങനെ സംസാരിക്കുന്നത്. കാര്യങ്ങള് കുറച്ച് സീരിയസാ. എന്നുവെച്ചാ അതുപോലെയാ മാർക്കോ അവന്റെ തലയിൽ പാർക്കലെടുത്തിട്ടത്. തലയിലെ ഞരമ്പുകളൊക്കെ പൊട്ടിപ്പോയിരിക്കുക. എല്ലാത്തിനും ഞാൻ സാക്ഷിയായിരുന്നല്ലോ. അവൻ വണ്ടി കൊണ്ടുപോയി ബൈക്കിൽ പോയവനെ തട്ടിച്ചപ്പോ അവനങ്ങ് തീർന്നാ മതിയായിരുന്നു. അത് തന്നെ അമ്മായി എന്റെയും പ്രാർത്ഥന. അകത്ത് കിടക്കുന്നവനങ്ങ് തീരണേന്ന്. എന്തായാലും ആ സമയത്ത് അവൻ മോനെ ഒന്നും ചെയ്യാതിരുന്നത് നന്നായി. അവനും വീണുപോയില്ലേ, അതുകൊണ്ടായിരിക്കും എന്നെ ഒന്നും ചെയ്യാതിരുന്നേ. ഇതിനെല്ലാം കാരണക്കാരൻ ആരാണെന്ന് കണ്ണൻ അറിയാമോ? അവനാ, ആ മഞ്ജുനെ തട്ടിക്കൊണ്ടു പോയവൻ. കണ്ണനെയും കൂട്ടി മേഘൻ പുറത്തേക്ക് പോയത് തോമസ് വൈദ്യന്റെ വീട്ടിൽ വെച്ച് ആ സാഗർ കണ്ടായിരുന്നല്ലോ. അവനായിരിക്കും വിളിച്ച് മാർക്കോയോട് പറഞ്ഞത് നിങ്ങൾ രണ്ടാളും കൂടി കാറി പോയിട്ടുണ്ടെന്ന്. അതുകൊണ്ടാണ് അവൻ നിങ്ങളുടെ പിന്നാലെ വന്നത്. അത് അമ്മായി പറഞ്ഞത് ശരിയായിരിക്കും. സാഗർ മാത്രമല്ല, അവക്കും ഇതിൽ പങ്കുണ്ട്. ആ ലക്ഷ്മിക്ക്, മഹാലക്ഷ്മിക്ക്. മേഘം വെറുതെ സാഹസം കാണിക്കേണ്ട കാര്യമില്ലായിരുന്നു. അവൻ എന്തെങ്കിലും എന്നോട് പറയാനുണ്ടായിരുന്നെങ്കിൽ അത് തോമസ് സാറിന്റെ വീട്ടിൽ വെച്ച് എന്നോട് പറയാമായിരുന്നു. പിന്നെന്തിനാ എന്നെ കൂട്ടി അവൻ അങ്ങോട്ട് പോയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതിനെ അറിയണമെങ്കിൽ അവന് ബോധം വരണം. എന്തായാലും ഞാൻ അവനെ ഒന്ന് കണ്ടിട്ട് വരാം.
മേഘ